ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇനി അറസ്റ്റ് ഉണ്ടായേക്കില്ല. കേസിൽ മാർച്ച് ആദ്യവാരത്തോടെ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. അനന്ത സുബ്രഹ്മണ്യം, രമേശ് റാവു, കൽപേഷ് എന്നിവരടക്കം സാക്ഷികളുടെ നീണ്ട പട്ടിക തന്നെ അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനിടെ ജാമ്യത്തിലിറങ്ങിയ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ED. 5 പേർ കൂടി അറസ്റ്റിലാകാനുണ്ടെന്നായിരുന്നു കഴിഞ്ഞ തവണ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ SIT ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ മതിയായ തെളിവുകൾ ലഭിക്കാത്തതിനാൽ ഈ നീക്കം SIT ഉപേക്ഷിച്ചു. പകരം അടിയന്തര സ്വഭാവത്തോടെ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കം. ഇതിന്റെ ആദ്യഘട്ടമെന്നോണം സാക്ഷികളുടെ നീണ്ട പട്ടികയും തയ്യാറാക്കി. സന്നിധാനത്ത് നിന്ന് ദ്വാരപാലകപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഏറ്റുവാങ്ങിയ സ്പോൺസർമാരായ അനന്ത സുബ്രഹ്മണ്യം, രമേശ് റാവു എന്നിവരും സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 479 ഗ്രാം സ്വർണം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന് എത്തിച്ചു നൽകിയ കൽപേഷും പ്രതിപട്ടികയിലുള്ള മറ്റ് ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരും സാക്ഷികളാകും. ആദ്യം കരട് കുറ്റപത്രം തയ്യാറാക്കി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് നിയമോപദേശം തേടും. തുടർന്ന് പ്രോസിക്യൂഷൻ അനുമതിക്കായി സർക്കാരിനെ സമീപിക്കും. അനുമതി ലഭിച്ചാൽ മാർച്ച് ആദ്യവാരം തന്നെ ഇടക്കാല കുറ്റപത്രം നൽകലാണ് ലക്ഷ്യം. ഇതിനിടെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED തീരുമാനിച്ചു. പോറ്റിയുമായി മുരാരി ബാബുവിന് സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. 2019-2025 കാലയളവിൽ സ്വത്തുക്കളിൽ വൻ വർധനയുണ്ടായിട്ടുണ്ടെന്നും കണ്ടെത്തി. 2021 വീട് നിർമ്മിച്ചതിലടക്കം അന്വേഷണം നടത്തും. ശബരിമലയിലെ മറ്റ് ക്രമക്കേടുകളിൽ നിന്ന് മുരാരി പണം സമ്പാദിച്ചെന്ന നിഗമനവുമുണ്ട്. ഇന്നലെ നടത്തിയ 7 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ സ്വത്തുക്കൾ സംബന്ധിച്ച് മുരാരി കൃത്യമായി മറുപടി നൽകിയില്ല. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് മുരാരി ഇന്നലെ മൊഴി നൽകിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.